ദൈവത്തിന്റെ മഹത്വം. നോമ്പിൻ ദിനങ്ങളിലെ പരിശുദ്ധ വചന ധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം. ഇന്ന് ധ്യാനിക്കുന്നത് യാക്കോബ് 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാവികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ നമ്മെ പ്രചോദിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു വചനമാണിത്. ഈ വചനത്തിൽ നിന്ന് 3 അനുഭവങ്ങൾ നമുക്ക് പ്രാർത്ഥനാപൂർവം ധ്യാനിക്കാം. ഒന്നാമതായി, ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ആദ്യ ചുവടുവയ്പ്പിനെ കുറിച്ച് ഈ വചനം പഠിപ്പിക്കുന്നു. ദൈവത്തിലേക്കുള്ള അടുത്തു വരുന്ന അനുഭവം, അത് ഒരു ആദ്യ ചുവടുവയ്പായി നാം മനസ്സിലാക്കുക. അതിന് വേണ്ടത് ഉറച്ച ഒരു തീരുമാനവും ആഗ്രഹമുള്ള ഒരു ഹൃദയവുമാണ്. പ്രിയമുള്ളവരെ, ഇപ്രകാരം ഒരു ചൊല്ലുണ്ട്: ദൈവത്തിലേക്ക് നാം ഒരു ചുവട് വച്ചാൽ ദൈവം നമ്മിലേക്ക് 7 ചുവട് ഇറങ്ങി വരും എന്നുള്ളത്. നാം ബലഹീനരായിരിക്കെ തന്നെ നമ്മുടെ ബലഹീനതകളോ നമ്മുടെ കുറവുകളോ കണക്കിടാതെ ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്ന ദൈവസ്നേഹം കൊണ്ട് പൊതിയുവാൻ ആഗ്രഹിക്കുന്നവരെ ആ അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് എന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തിക്കൊണ്ട് ആഗ്രഹത്തോടെ മടങ്ങി വരുവാനായിട്ട് വിനയപ്പെടാം. പ്രിയമുള്ളവരെ, രണ്ടാമതായി ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവത്തിലേക്ക് അടുത്തു വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി അനിവാര്യമാണ്. ജീവിത വിശുദ്ധി ഉണ്ട് എങ്കിൽ മാത്രമേ വിശുദ്ധിയിൽ അധിവസിക്കുന്നവനായ സർവശക്തനായ ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ നമുക്ക് കഴിയുകയുള്ളൂ. വചനം ഇവിടെ ഇപ്രകാരം പറയുന്നു: പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. മനുഷ്യ സ്വഭാവം എന്ത് എന്ന് ഈ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അവന്റെ പാപ സ്വഭാവത്തെയും അവന്റെ സ്ഥിരതയില്ലാത്ത ഹൃദയത്തിന്റെ അവസ്ഥയെയും വ്യക്തമായി ഈ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ 2 കാര്യങ്ങളിലുള്ള ശുദ്ധീകരണമാണ് വചനം പഠിപ്പിക്കുന്നത്: കൈകളുടെ വിശുദ്ധീകരണവും ഹൃദയങ്ങളുടെ വിശുദ്ധീകരണവും. പ്രിയമുള്ളവരെ, കൈ വെടിപ്പാക്കുവിൻ എന്ന് പറയുമ്പോൾ ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൈ, അതായത് നമ്മുടെ പ്രവൃത്തികൾ വിശുദ്ധിയുള്ള വെടിപ്പുള്ള പ്രവൃത്തികളായിരിക്കണം എന്നുള്ളതാണ്. 2 ഇതിൽ പറയുന്നു: ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. ഹൃദയം ചിന്തകളുടെ ഇടമാണ്, തീരുമാനങ്ങളുടെ ഇടമാണ്. അത് വിശുദ്ധമായിരിക്കണം എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതായത് നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും വിശുദ്ധിയുള്ളതായിരിക്കണം എന്ന് ഈ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികൾ ഒരു പരിധിവരെ വിശുദ്ധിയുള്ളതാണെങ്കിൽ പോലും നമ്മുടെ ചിന്തകൾ കൊണ്ട് നാം അശുദ്ധരാകുന്നുണ്ട്. നമ്മുടെ ചിന്തകളെ നാം നിയന്ത്രിക്കുന്നുവെങ്കിലും അറിയാതെ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മെ അശുദ്ധിയിലേക്ക് നയിക്കുന്നുണ്ട്. ഇങ്ങനെ ഹൃദയവും നമ്മുടെ കരങ്ങളും അകൃത്യം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം പറയുന്നു, അതിനെ വെടിപ്പാക്കുവിൻ. എങ്ങനെ വെടിപ്പാക്കുവാൻ കഴിയും? എങ്ങനെ ശുദ്ധീകരിക്കുവാൻ കഴിയും? ആ ക്രൂശിലെ ചിത്രം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരട്ടെ. കാൽവരിയിൽ നമുക്കായി അവസാന തുള്ളി രക്തവും ഇറ്റിച്ചു നൽകിയ സർവശക്തനായ നമ്മുടെ കർത്താവിന്റെ രക്തത്തിലൂടെ മാത്രമേ നമുക്ക് ഈ വിശുദ്ധീകരണം സാധ്യമാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ദിനംതോറും ദൈവസന്നിധിയിൽ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും യേശുവിന്റെ രക്തത്താൽ എന്റെ ഹൃദയത്തെയും എന്റെ പ്രവൃത്തികളെയും വിശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. മൂന്നാമതായി നാം ധ്യാനിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ അവസാനമായി വേണ്ടത് ഇരുമനസ്സ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. 2 മനസ്സുള്ളവരായി ജീവിക്കരുത്. ലോകത്തെയും ദൈവത്തെയും ഒരുപോലെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയില്ല. ഒരു പരിധിവരെ അത് മുൻപോട്ട് നാം മെയിൻറ്റെയിൻ ചെയ്യുന്നുവെങ്കിലും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നാം ദൈവത്തെയോ അല്ലെങ്കിൽ ലോകത്തെയോ തള്ളിക്കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വ്യക്തമായി ഏലിയാവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിന് 2 വള്ളത്തിൽ കാലുകൾ വയ്ക്കുന്നു? കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്, മാമോനെയും ദൈവത്തെയും ഒരുപോലെയും സേവിപ്പാൻ കഴിയത്തില്ല. വ്യക്തമായി മനസ്സിലാക്കുക, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരവസ്ഥയാണ് നമ്മിൽ ദൈവം ആഗ്രഹിക്കുന്നത്. പൂർണ്ണമായി, ഭാഗികമായല്ല, അല്പമല്ല, പൂർണ്ണമായി. അതിന് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളെയോ ഹൃദയങ്ങളിൽ നിന്ന് മാറ്റിയേ മതിയാകൂ എന്ന് ഈ വചനം ഉറപ്പിച്ച് നമ്മോട് പറയുന്നു. അങ്ങനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും ദൈവത്തെ അന്വേഷിക്കുന്ന മക്കളായി തീരുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ആദ്യ ചുവടുവയ്പ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ആഗ്രഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ അങ്ങേ സ്നേഹിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ കർത്താവെ, ഞങ്ങൾ പാപം കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാണ്. ഞങ്ങളുടെ കരങ്ങളും ഞങ്ങളുടെ ഹൃദയവും അശുദ്ധമാണ്.
ക്രൂശിൽ യേശു ചിരിഞ്ഞ രക്തത്തിലൂടെ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ ദിവ്യ സ്നേഹത്തിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തുകയും ചെയ്യണമേ. ആമേൻ.